പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 16 തീയതി വ്യാഴാഴ്ചയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. ജനുവരി 16 വ്യാഴാഴ്ചത്തെ ആവശ്യങ്ങളാണ് പറയേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇത് ഷെയർ ചെയ്യുന്നവർ സമർപ്പിക്കുന്നു. ഇത് സ്റ്റാറ്റസ് ഇടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അമ്മയെ, പരിശുദ്ധമ്മേ, പ്രത്യേകം നീ ആശീർവദിക്കണമേ. അവർ സുവിശേഷത്തിൻ്റെ കയ്യാളുകളായി നിന്നുകൊണ്ട് കർത്താവിനെ കൈമാറുന്ന വലിയ സ്വർഗത്തിന് ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണമേ. അവരുടെ ഭാരങ്ങൾ നീ ഏറ്റെടുക്കണമേ. അവർ മുഴുവനായി നീ ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ പ്രേക്ഷിതരെയും അങ്ങയുടെ ദിവസത്തിനെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് എല്ലാ സങ്കടക്കാരെയും അങ്ങയുടെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ രോഗികളെയും അങ്ങയുടെ ദിവസത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങ് കേൾപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത മനുഷ്യരുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്, ഇപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട്.
അവരുടെ എല്ലാ സങ്കടങ്ങളും നീ ഏറ്റെടുക്കണം കർത്താവേ. അവർ തളരുമ്പോൾ കർത്താവേ നീ തന്നെ താങ്ങാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ആവശ്യത കർത്താവ് എങ്ങനെയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴും ആത്മാവ് അവാച്യ നെടുവീർപ്പിൽ അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് മദ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുവാൻ തന്നെ തോന്നാത്ത മനുഷ്യരുണ്ട് ഈശോയെ. അങ്ങനെയുള്ളവർക്ക് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥമായിരിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, പ്രാർത്ഥനയിലും ആധ്യാത്മികം തളർന്ന് വീഴുന്നവരെ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സ് ഇടിഞ്ഞു പോയവർ, നാക്ക് തളർന്നു പോയവർ, പ്രാർത്ഥന തളർന്നു പോയവർ, അവരെല്ലാം താങ്ങി കോരിയെടുക്കണമേ അമ്മേ. അവർക്ക് വേണ്ടി എല്ലാ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മക്കൾ തളരുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അവർ നിവർന്ന് നിന്ന് സ്വന്തം ശക്തിയിൽ സ്വന്തം ശക്തിയിൽ പ്രാർത്ഥിക്കുന്നവരെ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരണസമയത്ത് പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് കുരിശിന് ചുവട്ടിൽ ദൈവപിതാവിനാൽ നിർത്തപ്പെട്ട അമ്മയെ, പരിശുദ്ധ അമ്മയെ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. മരണനേരത്ത് മാത്രമല്ല, ജീവിതം തളരുമ്പോൾ, ജീവിതം ശോകമുഖമാകുമ്പോൾ അവർക്ക് എല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കും. ഇന്ന് വ്യാഴാഴ്ച ഈ 16-ാം തീയതി ആരെല്ലാമോ ഈ ശുശ്രൂഷ വിഷമത്തോടെ കൂടുന്നുണ്ടോ, ഇന്ന് വ്യാഴാഴ്ച ജനുവരി 16-ാം തീയതി ആരെല്ലാമോ ഹൃദയഭാരത്തോടെ ഈ ശുശ്രൂഷ കൂടുന്നുണ്ടോ, ഈ കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വേദനിക്കുന്നവരും വ്യാപരാതി കൊള്ളുന്നവരും, വിദ്യാഭ്യാസത്തിൽ നിന്ന് ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോളേജിൽ നിന്ന് ഔട്ടാക്കി കളയുമെന്ന് പറഞ്ഞുള്ള ഭീഷണിക്കുന്ന കർത്താവ് വിഷമിക്കുന്നവരെ, ഇങ്ങനെ ഓരോ തരത്തിൽ ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിൽ ലീവിന് വന്നിരിക്കുന്നവരുണ്ട്. പിന്നെ അവർ പോയിട്ടേ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കുടുംബം വിറ്റെങ്കിലും അവരെ വിട്ടാൽ മതിയെന്ന് മാതാക്കന്മാർ അയക്കുമ്പോൾ കുടുംബം വാങ്ങാൻ പോലും ആരും വരാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നഷ്ടം തിരിയുന്നവരുണ്ട് അമ്മേ. എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു വിഷയം മാത്രമല്ല, ജീവിതത്തിൻ്റെ മനുഷ്യന് താങ്ങാനോ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത മേഖലയിൽ ഏകാക്കികളായി പോകുന്നവരെ കർത്താവെ അമ്മേ, അവിടെ അമ്മ കൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇതുപോലെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ദൈവത്തിൻ്റെ അടയാളം ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ കൈപ്പിടുത്തം ഉണ്ടാകാൻ, ദൈവം അവരുടെ കൈ പിടിക്കുന്നതായിട്ട് അവർക്ക് തോന്നാത്ത വിധത്തിൽ മറ്റുള്ള മേഖലകളിൽ നമുക്ക് സഹായഹസ്ത കിട്ടുന്നതിന് വേണ്ടി ഞാൻ എല്ലാ സഹായവും ആവശ്യമുള്ളവരെയും നിങ്ങൾ ശിരസ് നമിക്കുക. എല്ലാ സഹായവും ആവശ്യമുള്ളവരും ശിരസ് നമിക്കുക. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ പ്രബലമാകുന്നതിന് വേണ്ടി എനിക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ 39 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ ആൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസ ആൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയാൽ നിങ്ങളുടെ കുടുംബങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത്, ഷെപ്പളെ ദൈവം നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അത് ന്യായമാണെങ്കിൽ ദൈവം അപ്പം തന്നെ ചെയ്യും എന്നാണ് സുവിശേഷം പറയണത്. അത് ന്യായമല്ല, അതിനേക്കാൾ പോർട്ട്ഫോളിയോ പ്രാധാന്യപ്പെട്ട കാര്യം ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവം ആ വഴിക്കും അതും സുവിശേഷം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോർക്കും ഈ അച്ഛൻ എവിടെ നിന്നാണ് ഇതൊക്കെ വായിച്ചെടുക്കണതെന്ന്. അങ്ങനെയല്ല, എവിടെ നിന്നാണ് അച്ഛൻ ഇതൊക്കെ ഉദ്ധരിക്കണതെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. നമുക്ക് വേണമെങ്കിലേ ഇപ്പോഴേ രാവിലെ മത്തായിയുടെ സുവിശേഷം 8:2 മുതൽ അങ്ങനെ വായിച്ചേ. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ക്ലിയർ അല്ലേ? ആ പ്രാർത്ഥന ക്ലിയർ അല്ലേ? ഈശോ ആ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ ഭാഷയിൽ തന്നെ ഉത്തരം കൊടുക്കണ്ടല്ലേ? അതാണ് ഈശോ. നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ. അപ്പോൾ നമ്മുടെ വികാരത്തിന് അയാളുടെ ഒരു വികാരം എന്താണ്? അയാളുടെ ഈ കുട്ടികളുടെ വികാരം എന്താണ്? അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല. അതാണ് പ്രശ്നം. അയാളുടെ ഭാര്യയ്ക്കും ഒരു മനസ്സില്ല അയാളെ സഹായിക്കാൻ. ഇയാളെ കാണുമ്പോൾ തന്നെ അവർ 4 കാലം വീണ് ഓടും. അയാളുടെ മക്കൾക്ക് മനസ്സില്ല അയാളെ സഹായിക്കാൻ. മനസ്സുള്ള ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വേദനയോടെ വന്ന് പറയണം, നീയും അതുപോലെയാണോ ദൈവമേ? പക്ഷേ നീയും അതുപോലെ അല്ലെന്ന് എനിക്കറിയാം.
എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ മനസ്സില്ലാത്ത ആൾക്കാരെ കണ്ടിരിക്കണത്. പക്ഷെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആരുടെ കാര്യത്തിന് മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും. അപ്പോൾ ഈശോ ചെയ്യേണ്ട പരിപാടിയില്ല, ആ മനുഷ്യൻ്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിൻ്റെ ഭാഷയിൽ അവനോട് അവൻ്റെ വികാരത്തിൻ്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല, പക്ഷേ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാവുക. എന്തൊരു സംഭവമാണ് ഈ വചനം. അപ്പം തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി. അപ്പം കർത്താവ് പറഞ്ഞു, ഈ കാര്യം നീ തൽക്കാലം ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിനോട് അവൻ പറഞ്ഞത് കർത്താവ് കേട്ടു, പക്ഷെ അവനോട് കർത്താവ് പറഞ്ഞത് അവൻ കേട്ടില്ല. അത് നമ്മുടെ വേറെ ഒരു വേർഷനാണ് ഇവൻ. വെച്ചാൽ നമ്മൾ പറഞ്ഞൊക്കെ ദൈവം കേൾക്കണം, ദൈവം പറഞ്ഞൊന്നും നമ്മൾ കേൾക്കത്തില്ല. അതല്ലേ ഉടമ്പടി കുറേ ആൾക്കാർ പഴിച്ചു പോയത്. പക്ഷെ ഒത്തിരി പേര് ഒരു 2% പഴിച്ചാലുമേ 98% ഇന്ന് കൃപാസനത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ഈ കൃപാസനം ഇല്ലെങ്കിൽ എത്രയോ പേര് ഇതിനകം ഈ ലോകം വിട്ടു പോകേണ്ടായിരുന്നു. അവർക്ക് അനുഭവങ്ങൾ പറയണതാണ്, മരിച്ചു പോകണമായിരുന്നെന്ന് ജീവിത പ്രശ്നം കാരണം. അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് എന്തും ആവട്ടെ, അതെല്ലാം കർത്താവിന് മനസ്സുണ്ടായിട്ട്, കർത്താവ് ആ 98% പേരിൽ കർത്താവിന് മനസ്സുണ്ടായിട്ട് അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിൽ അവരെ നിലനിർത്തി കൊടുത്തതാണ്. ഇനിയും ദൈവം നിലനിർത്തേണ്ടത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം വേറെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത്, ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. കാര്യം ഇതാ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവതാളത്തിലാകുമ്പോൾ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അപ്പോഴീ ആൾക്കാരെല്ലാം ഇതൊക്കെ കേട്ട് അറിഞ്ഞ് വന്നാൽ പിന്നെ നിക്കക്കള്ളിയില്ല. കാര്യം കർത്താവിൻ്റെ പ്രൈവറ്റ് പ്രെയർ ടൈമിന് കോംപ്രമൈസ് ചെയ്യത്തില്ലായിരുന്നു. ഈശോയ്ക്ക് ഏറ്റവും വലിയ എപ്പോഴും പിതാവുമായിട്ടുള്ള ടൈം ഉണ്ടല്ലോ, അത് ആൾക്കാരെ കട്ടുകൊണ്ട് പോകാൻ പിതാവ് ഇപ്പോൾ തന്നെ അറിയണമെങ്കിൽ നേരത്തെ ഇതുപോലെ ഈശോനെ തിരക്കി കുറേ ആൾക്കാർ വന്നായിരുന്നു നമ്മൾ വായിച്ചത്. പക്ഷെ അപ്പോൾ ഈശോ പറഞ്ഞ് അതിന് വഴിപ്പെട്ടില്ല. അപ്പോൾ ഈശോക്ക് മനസ്സിലായിരുന്നു. നമ്മൾ വായിച്ചത് ലൂക്കാ 4:43. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും. ഇവിടെ മനസ്സില്ല, ഈ ജനക്കൂട്ടത്തെ കാണാൻ ആവശ്യമൊക്കെ മനസ്സില്ല. എന്താ അവന് പറയാനുള്ള കാര്യം എന്താണ്? മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സ്നേഹപൂർവ്വം അവരെ ഡിപ്പാർട്ട് ചെയ്യണം ഈശോ. പക്ഷെ ഈ കുഷ്ഠരോഗിയെ ഡിപ്പാർട്ട് ചെയ്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല്, അടയാളങ്ങൾ മാത്രം, അത്ഭുതങ്ങൾ മാത്രം, അതിശയങ്ങൾ മാത്രം കാണാൻ യേശുവിൻ്റെ കൂടെ ജനങ്ങൾ കൂടിയാൽ പതുക്കെ ഈശോ നമ്മളെ സ്കൂട്ടാക്കും, അല്ലേ? പരക്കെ ഈശോ നമ്മളെ ഡിപ്പാർട്ട് ചെയ്തു പോകും. എന്താണ് ആ സുവിശേഷം സ്വീകരിക്കാതിരിക്കുന്ന മറ്റുമായി ഇവരെ അത്ഭുതം മാത്രം സ്വീകരിക്കാതിരിക്കുകയല്ലേ? ആ കുഷ്ഠരോഗിയാണെങ്കിലും അയാളോട് പറഞ്ഞു, നീ ഇതാരോടും പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും പോയി അയാൾ പറഞ്ഞത് കാരണം ജനങ്ങളെല്ലാം വന്നു. അത് കാരണം ഈശോയ്ക്ക് പരസ്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി അവിടെ. കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ശുശ്രൂഷയും എല്ലാം അവതാളത്തിലായി. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഇപ്പം എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഒത്തുതീർപ്പിന് വിധേയമാക്കരുത്. ഇന്ന് അക്രൈസ്തവർ പോലും 12-16 ജപമാലയൊക്കെയാണ് ഒരു ദിവസം ചെല്ലണത്. രാത്രി 2 മണിക്ക് ഇരുന്നവരെ വചനം വായിക്കുന്നവരുണ്ടെന്നാണ് അവർ ചിലരൊക്കെ പറയണത്. അപ്പോൾ എനിവേ എന്തുവായിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ന് അതേസമയം തന്നെ നമ്മൾ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ഇന്നത്തെ ദിവസം ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടത്തില്ല. എന്ത് വിഷയത്തിലേക്ക് ഞാൻ പോയാലും അവസാനം ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും. നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുസ്മരണയ്ക്ക് വേണ്ടി തിരിച്ചു വരും. എവിടെ പോയാലും
കർത്താവെ, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം എന്നെ നീ പ്രത്യേകം പരിശീലിപ്പിക്കണമേ. കർത്താവെ, ഞാൻ പറഞ്ഞേക്ക നീ കേൾക്കണേക്കാൾ ഉപരി അതുപോലെ തന്നെ നീ പറയണതും ഞാനും കേൾക്കാൻ, അങ്ങനെ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു അഭിഷേകം ലഭിച്ചു പോകാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരും ഇന്ന് എവിടെയെല്ലാം മേഖലയിലും മനസ്സുകൊണ്ട് യാത്ര ചെയ്തു പോയാലും തിരിച്ച് നിന്നിൽ തന്നെ തിരിച്ചു വരാനും നന്ദിയായിട്ടും സമർപ്പണമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിന്നോട് വന്ന് ഞങ്ങളുടെ വികാരത്തിൻ്റെ ഭാഷയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, നിൻ്റെ കൂടെ അങ്ങ് മനസ്സുകൊണ്ടായിരിക്കാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ആവശ്യിക്കട്ടെ. നിത്യപിതാ പുത്രൻ പരിശുദ്ധാത്മാവ് സർവ്വസ്വരൂപൻ. ആമേൻ.